ഇന്ന് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, രാഷ്ട്രഗീതമായ വന്ദേമാതര ഗാനത്തോടും സ്വാതന്ത്ര്യസമര സേനാനിയും ധീരദേശാഭിമാനിയുമായ ബി.ഡി. സവർക്കർക്കുമെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിക്കുന്ന നിലപാട് തികച്ചും രാജ്യദ്രോഹപരമാണ്. UDF സർക്കാർ വന്ദേമാതരം നിരോധിക്കാനും ബഹിഷ്കരിക്കാനുമാണ് തയ്യാറാകുന്നതെങ്കിൽ സ്വാതന്ത്ര്യസമര കാലഘട്ടങ്ങളിൽ സംഭവിച്ചതിന് സമാനമായി കേരളത്തിലെ എല്ലാ തെരുവുകളിലും വന്ദേമാതര ഗാനം മുഴങ്ങും. വന്ദേമാതര ഗാനത്തെ ബഹിഷ്കരിക്കുക, നിരോധിക്കുക, ഇതാണ് UDF സർക്കാർ ചെയ്യുന്നതെങ്കിൽ തികച്ചും ഭരണഘടനാ ലംഘനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റാണ് വന്ദേമാതര ഗാനത്തെ രാഷ്ട്രഗീതമായി അംഗീകരിച്ചത്. അത് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുക, നിരോധിക്കുക, അപമാനിക്കുക, അവഹേളിക്കുക എന്നുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിനെ തള്ളിപ്പറയുക എന്നുള്ളത് അതീവ ഗുരുതരമായ കാര്യമാണ്. ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗമല്ല ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്നതിന് സമാനമാണ് UDF സർക്കാരിൻ്റെ ഈ തീരുമാനം. UDF സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും തീരുമാനം. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തടിസ്ഥാനത്തിലാണ് വന്ദേമാതര ഗാനം ബഹിഷ്കരിക്കുന്നത്, ഒരർത്ഥത്തിൽ അപ്രഖ്യാപിതമായി നിരോധിക്കുന്നത്. അതിന് കോൺഗ്രസിനെയും അതേപോലെ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പതിനായിരക്കണക്കിന് ധീരദേശാഭിമാനികളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രേരിപ്പിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം. അതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷ് സർക്കാർ വന്ദേമാതരം നിരോധിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അതേ തീരുമാനമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ന് പിന്തുടരുന്നത്, UDF സർക്കാർ നടപ്പാക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്വരം സ്വാതന്ത്ര്യത്തിൻ്റെ 79 വർഷത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിലൂടെ മുസ്ലിം ലീഗിലൂടെ ഉയരുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിന് മറ്റൊരു അപകടം വന്ദേമാതര ഗാനത്തെ മതവുമായി ബന്ധപ്പെടുത്തുകയാണ്. ഇത് നേരത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തുയർന്നു വന്ന വിഭജനത്തിൻ്റെ, വിഘടനവാദത്തിൻ്റെ വിഷവിത്ത് കേരളീയ സമൂഹത്തിൽ വീണ്ടും വിതക്കാനുള്ള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിനെ കേരളത്തിലെ ജനങ്ങൾ, ദേശാഭിമാനികൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഇതിനെതിരായിട്ട് രംഗത്ത് വരണം എന്ന് BJP അഭ്യർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് UDF സർക്കാർ വന്ദേമാതര ഗാനം ആലപിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു എന്നാണ്. ഞങ്ങളിതിന് ബദലായിട്ട് ഓഗസ്റ്റ് 15 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ പങ്കെടുത്തുകൊണ്ട് കൂട്ടമായി രാഷ്ട്രഗീതമായ വന്ദേമാതര ഗാനം ആലപിക്കും. ഇതേ നിലപാട് തന്നെയാണ്, ദേശവിരുദ്ധ നിലപാട് തന്നെയാണ്, ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ധീരദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ V.D. സവർക്കറോട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്നത്. V.D. സവർക്കർ 30 വർഷത്തിലധികമാണ് വിവിധ ജയിലുകളിൽ കഴിഞ്ഞത്. അദ്ദേഹത്തെ ജയിലിലടച്ചത് ബ്രിട്ടീഷ് സർക്കാരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പതിറ്റാണ്ടുകളോളം ജയിലിലടച്ചത്. അടച്ചു എന്ന് മാത്രമല്ല, കൈക്കും കാലിലും ചങ്ങലയണിയിച്ചിട്ടാണ്, അതേ ക്രൂരമായി പീഡിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ ജയിലടച്ചത്.
ജയിലിൽ കിടന്നപ്പോൾ, അന്തമാൻ നിക്കോബാർ ജയിലിൽ കിടന്നപ്പോൾ തനിക്ക് കിട്ടിയിട്ടുള്ള ഇരുമ്പാണി അത് പേനയായും ജയിലിലെ ചുമരുകൾ കടലാസായും ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ നൽകുന്ന ദേശാഭിമാന ഗീതങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇത്രയും കാലം ജയിൽവാസം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യസമര സേനാനികൾ വിരളമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ചോദ്യം തയ്യാറാക്കിയതിൻ്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. ബി ഡി സവർക്കറെ എന്തുകൊണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും എതിർക്കുന്നത്? ഞങ്ങൾ മനസ്സിലാവുന്നില്ല. ഇവിടെ ബ്രിട്ടീഷുകാരുടെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിക്കുന്നത്. ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത്. ഇന്ത്യക്കെതിരായ നിലപാടാണുള്ളത്. ദേശീയതയ്ക്ക് അവർ എതിരാണ്, ദേശാഭിമാനത്തിനെതിരാണ്, ദേശസ്നേഹത്തിനെതിരാണ്. അതുകൊണ്ട് അവർ ദേശീയ ഗീതത്തെ എതിർക്കും, ദേശാഭിമാനികളെ എതിർക്കും. അതുതന്നെയല്ലേ കോൺഗ്രസും മുസ്ലിം ലീഗും ചെയ്യുന്നത്? ഇത് അത്യന്തം അപകടകരമാണ്. വിഭജനത്തിൻ്റെ വിഭാഗീയതയുടെ വിഷവിത്തുകൾ വീണ്ടും വിതക്കാനുള്ള നിഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് പരാജയപ്പെടുത്താൻ കേരളത്തിലെ ദേശാഭിമാനികൾ തയ്യാറാകണം. ഇക്കാര്യത്തിൽ മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും അവർ ഇതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി ദേശവിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിൽ അത്ഭുതമില്ല. കാരണം അവർ നാളിതുവരെ സ്വീകരിച്ച നിലപാടിൻ്റെ തുടർച്ച മാത്രമാണ്. ഇന്ത്യയെ രണ്ടാക്കി മാറ്റണമെന്നായിരുന്നു, രണ്ടാക്കി വിഭജിക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. അത് 17 വിഭജിച്ച് വേണം ബ്രിട്ടീഷുകാർ തിരിച്ചു പോകേണ്ടത് എന്ന് പ്രമേയം മുഖേന, നിവേദനം മുഖേന ആവശ്യപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിച്ചവരും അവഹേളിച്ചവരുമാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വാർധയിലെ കള്ളൻ എന്നാണ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചെങ്കിൽ ജപ്പാൻ്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയതും ലേഖന പരമ്പരകൾ പ്രസിദ്ധീകരിച്ചതും. അവർ ഇവിടെ ദേശഭക്തി ഗാനത്തെ, ദേശഭക്തരെ എതിർക്കുക, അപമാനിക്കുക, അവഹേളിക്കുക ചെയ്താൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും ഒരേ അജണ്ടയാണ് നടപ്പാക്കുന്നത്. UDFും LDFും ദേശവിരുദ്ധതയാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത്. UDFും LDFും രണ്ടല്ല ഒന്നാണ് എന്ന BJPയുടെ രാഷ്ട്രീയ നിലപാട് ഇവിടെയും അടിസ്ഥാനപരമാണ്, സത്യസന്ധമാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. ഇതാണ് അതുകൊണ്ട് ഈ UDF LDF ദേശവിരുദ്ധ നിലപാടുകളെയും സമീപനങ്ങളെയും ഞങ്ങൾ അങ്ങേയറ്റം ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതിനെതിരായിട്ട് UDF സർക്കാർ നിലപാടിനെതിരായിട്ട് നിയമപരമായും രാഷ്ട്രീയപരമായുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടി നടത്തും.